ഇന്ത്യയിൽ വിൽക്കുന്ന എല്ലാ സ്മാർട്ട് ഫോണുകളിലും കേന്ദ്ര സർക്കാർ വികസിപ്പിച്ച സഞ്ചാർ സാഥി മൊബൈൽ ആപ്ലിക്കേഷൻ നിർബന്ധമായി പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന നിർദ്ദേശം വന്നിരിക്കുകയാണ്. അതെല്ലാവരും അറിഞ്ഞു കാണും. സൈബർ സുരക്ഷ ശക്തമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെങ്കിലും ഉപയോക്താക്കളുടെ സ്വകാര്യതയെക്കുറിച്ചുള്ള ആശങ്കകളും ഇത് ഉയർത്തുന്നുണ്ട്. നവംബർ 21 പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം ആപ്പിൾ, സാംസങ്, ഗൂഗിൾ, മോട്ടോറോള, ഷവോമി, ഓപ്പോ, വിവോ തുടങ്ങിയ പ്രമുഖ നിർമ്മാതാക്കൾ 90 ദിവസത്തിനകം ഈ നിർദ്ദേശം നടപ്പിലാക്കണം. ഇന്ത്യയിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതോ ഇറക്കുമതി ചെയ്യുന്നതോ അല്ലെങ്കിൽ പ്രീ സെയിൽസ് ട്രാൻസിറ്റിൽ ഉള്ളതോ ആയ എല്ലാ മൊബൈൽ ഹാൻഡ്സെറ്റുകൾക്കും ഈ ഉത്തരവ് ബാധകമാണ്. ഇതിനകം നിർമ്മിച്ച് വിപണിയിലുള്ള ഫോണുകളിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളിലൂടെ ആപ്പ് നൽകാൻ നിർമ്മാതാക്കൾക്ക് നിർദ്ദേശവുമുണ്ട്. നിർദ്ദേശങ്ങൾ പാലിക്കാത്ത മൊബൈൽ നിർമ്മാതാക്കൾ ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് 2023 പ്രകാരവും മറ്റ് നിയമങ്ങൾ പ്രകാരവും നടപടികൾ നേരിടേണ്ടി വരും. അതേസമയം ഈ കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിൽ വ്യാപക പ്രതിഷേധമാണ് നടക്കുന്നത്. സ്വേച്ഛാധിപത്യ ഭരണകൂടം പൗരാവകാശങ്ങൾ കണ്ടുകെട്ടുന്നതിനും നിയന്ത്രിക്കുന്നതിനും ശ്രമിക്കുകയാണെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറയുന്നത്. പെഗാസസ് സോഫ്റ്റ്വെയറിലൂടെ പ്രതിപക്ഷ നേതാക്കളും ജഡ്ജിമാരും മാധ്യമ പ്രവർത്തകരും കേന്ദ്രമന്ത്രിമാരും അടങ്ങുന്ന 100-ലധികം പേരുടെ ഫോൺ കോളുകൾ ചോർത്തിയിരുന്നു. പൗരന്റെ സ്വകാര്യത സുപ്രീം കോടതിയിൽ മൗലികാവകാശമായി പ്രഖ്യാപിക്കുന്നത് മോദി സർക്കാർ എതിർത്തതിൽ അതിശയിക്കാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സഞ്ചാർ സാധി രഹസ്യാന്വേഷണ ആപ്പാണെന്നും അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പരിഹാസ്യമാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. സർക്കാർ കാണാതെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സന്ദേശങ്ങൾ അയക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടാവണമെന്നും BJP രാജ്യത്തെ സ്വേച്ഛാധിപത്യത്തിലേക്ക് മാറ്റുകയാണെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു. ജനങ്ങളുടെ ഫോണിലെ വിവരങ്ങൾ ബിഗ് ബ്രദറിന് കാണാനും കേൾക്കാനും അവസരമൊരുക്കുകയാണ് ഇതിലൂടെയെന്നാണ് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുന്നത്. പാർലമെന്റിൽ വിഷയം ശക്തമായി ഉന്നയിക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു. SIR-നെ പോലെ പൗരന്മാരുടെ അവകാശങ്ങൾ കുറയ്ക്കുന്ന മറ്റൊരു ഉപകരണമാണ് സഞ്ചാർ സാധിയെന്നും കോൺഗ്രസ് MP രേണുക ചൌധരി രാജ്യസഭയിൽ പറഞ്ഞു. രാജ്യത്തെ നിരീക്ഷണ രാജ്യമാക്കാനുള്ള മാർഗമാണിതെന്ന് CPM നേതാവ് ജോൺ ബ്രിട്ടാസും ആരോപിച്ചു. അപകടകരമായ ആപ്പാണ് സഞ്ചാർ സാധിയെന്നും അമേരിക്കയിലെ ക്രിമിനൽ പുള്ളികൾ വീട്ടിലേക്ക് പോകുമ്പോൾ കാലിൽ അടയാളം വെക്കുന്നത് പോലുള്ള അപകടകരമായ ആപ്പാണിതെന്നും ബ്രിട്ടാസ് പറഞ്ഞു. നടപടി പിൻവലിക്കണം ആവശ്യപ്പെട്ട് ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് ബ്രിട്ടാസ് കത്തയച്ചിരിക്കുകയാണ്. ആപ്പ് ഉപയോക്താക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും അൺഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കേന്ദ്രം പറയുന്നുണ്ടെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോം പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്ത സഞ്ചാർ സാധി ആപ്ലിക്കേഷൻ ഉപയോക്താക്കൾക്ക് നീക്കം ചെയ്യാൻ കഴിയാത്ത രീതിയിലായിരിക്കണമെന്ന് നിർമ്മാതാക്കളെ അറിയിച്ചിട്ടുമുണ്ട്. ഉപയോക്താവിന് ആപ്ലിക്കേഷൻ നീക്കം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വ്യവസായ രംഗത്തും സ്വീകാര്യതാ വക്താക്കൾക്കിടയിലും വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത്. ആപ്പ് ഉപയോക്താക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും അൺഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കേന്ദ്രം പറയുന്നുണ്ടെങ്കിലും പ്രൈവസി സംബന്ധിച്ച ആശങ്കകൾ നിലനിൽക്കുകയാണ്.